എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ രാത്രി ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്നത് വെറുമൊരു സാധാരണ T20 ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല. മറിച്ച് ലോകത്തിലെ ഏറ്റവും അപകടകാരികളും വിലപിടിപ്പുള്ളവരുമായ ബൌളർമാരെ ഒരു 15 വയസ്സുകാരൻ മൈതാനത്ത് പരസ്യമായി കശാപ്പ് ചെയ്യുന്ന കാഴ്ചയായിരുന്നു അത്. രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ നടന്ന ഈ 36ാം ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിൽ വെറും 36 പന്തിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെയും ഒരു വലിയ ഭൂകമ്പം പോലെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. ഈ യുവസിംഹം തന്റെ ഈ കൊടുങ്കാറ്റ് വീശിയടിച്ച ഇന്നിംഗ്സിനിടെ തകർത്തത് ഒന്നോ രണ്ടോ അല്ല, ലോകത്തിലെ വമ്പൻ ഇതിഹാസങ്ങളും മഹാരഥന്മാരുമായ ബാറ്റർമാർക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന 6 കൂറ്റൻ ലോക റെക്കോർഡുകളാണ്. മാത്രമല്ല, ഈ സർവനാശം കണ്ടപ്പോൾ സാക്ഷാൽ യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിലിനും ഇന്ത്യയുടെ ഏറ്റവും വലിയ മാച്ച് വിന്നറായ സിക്സർ കിങ് യുവരാജ് സിംഗിനും പോലും തങ്ങളെ തന്നെ നിയന്ത്രിക്കാനായില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ 103 റൺസിന്റെ ഭയാനകമായ ഇന്നിംഗ്സിന്റെയും ആ ചരിത്ര റെക്കോർഡുകളുടെയും യഥാർത്ഥ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിന്റെ നടുവിൽ അന്ന് തളം കെട്ടിനിന്ന ആ ഭയാനകമായ സമ്മർദ്ദവും ഭയവും നിങ്ങൾ ഉൾക്കൊള്ളണം. കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ ടോസ് നേടി ആദ്യം ബൗൾ ചെയ്യാൻ വളരെ കർശനവും ആക്രമണാത്മകവുമായ തീരുമാനമെടുത്തപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും വിശ്വസ്തനായ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ബാറ്റ് ചെയ്യാനെത്തുകയും ഹൈദരാബാദ് ബൌളർമാർ തീ തുപ്പാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ആ കടുത്ത സമ്മർദ്ദം താങ്ങാനാകാതെ 8 പന്തുകൾ നേരിട്ട് 125 സ്ട്രൈക്ക് റേറ്റിൽ വെറും 10 റൺസെടുത്ത് ജയ്സ്വാൾ ഇഷാൻ മലിംഗയുടെ ഇരയായി മടങ്ങിയതോടെ വെറും 2.2 ഓവറിൽ 40 റൺസ് എന്ന നിലയിൽ ടീമിന്റെ ആദ്യത്തെയും ഏറ്റവും വലിയ വിക്കറ്റ് വീണു. അപ്പോൾ 30,000-ഓളം കാണികൾ തിങ്ങി നിറഞ്ഞ ആ സ്റ്റേഡിയത്തിൽ ഭയാനകമായ ഒരു നിശബ്ദത തളം കെട്ടുകയും പാറ്റ് കമ്മിൻസ് പോലുള്ള ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർമാർ ഇന്ന് രാജസ്ഥാനെ ചുരുട്ടിക്കെട്ടുമെന്നും മത്സരം ഏകപക്ഷീയമാക്കുമെന്നും എല്ലാവരും കരുതുകയും ചെയ്തു. ഈ ഭയാനകമായ നിശബ്ദതയ്ക്കും ഭയത്തിനും നടുവിലാണ് ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ചുണ്ടുകളിലുമുള്ള ആ 15 വയസ്സുകാരൻ അത്ഭുതബാലൻ വൈഭവ് സൂര്യവംശി മൈതാനത്തേക്ക് കാലെടുത്തുവെച്ചത്. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ലോകം എന്താണെന്ന് പോലും ശരിക്കും മനസ്സിലാക്കാത്ത ഒരു 15 വയസ്സുകാരൻ പയ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും സമ്മർദ്ദമേറിയ T20 ലീഗിൽ തന്റെ ടീമിനെ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ വരികയും മണിക്കൂറിൽ 140 മുതൽ 150 കിലോമീറ്റർ വരെ വേഗത്തിൽ ബൗൺസറുകൾ എറിയാൻ തയ്യാറായി നിൽക്കുന്ന അപകടകാരികളായ ബൌളർമാരെ യാതൊരു ഭയവുമില്ലാതെ നേരിടുകയും ചെയ്തു. ക്രീസിലെത്തിയ ഉടൻ തന്നെ വൈഭവ് പരസ്യമായി തുടങ്ങിയ ആ ആക്രമണവും കൂട്ടക്കൊലയും കണ്ട് ഹൈദരാബാദ് ക്യാപ്റ്റൻ പോലും വിയർത്തുപോവുകയും അവരുടെ ഗെയിം പ്ലാൻ മുഴുവൻ മണ്ണടിയുകയും ചെയ്തു. കാരണം ഒട്ടും സമയം പാഴാക്കാതെ തുടക്കം മുതൽ തന്നെ തന്റെ ആക്രമണോത്സുകത പുറത്തെടുത്ത വൈഭവ് വെറും 37 പന്തുകൾ മാത്രം നേരിട്ട് ചരിത്രതാളുകളെ ഒന്നടങ്കം കീറിയെറിയുന്ന വിധത്തിൽ 103 റൺസിന്റെ ഭയാനകവും ക്രൂരവുമായ ഒരു സെഞ്ചുറി ഇന്നിംഗ്സാണ് കളിച്ചത്. ഈ ഇന്നിംഗ്സ് ഉടനീളം വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ് 278.38 ആയിരുന്നു എന്നത് തന്നെ വിശ്വസിക്കാനാവാത്ത വലിയ ഒരു അത്ഭുതമാണ്. ഈ 103 റൺസ് ഇന്നിംഗ്സിനേക്കാളും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വൈഭവ് നിർദ്ദയം തകർത്തെറിഞ്ഞ ആ 6 ഭയാനകമായ റെക്കോർഡുകളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തേത് ലോകത്തിലെ വമ്പൻ ബാറ്റർമാരെ പോലും ലജ്ജിപ്പിക്കുന്നതാണ്. അതായത് T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിലാണ് 1000 റൺസ് തികയ്ക്കുന്ന യോഗ റെക്കോർഡ് കേവലം 473 പന്തുകൾ നേരിട്ട് വൈഭവ് തന്റെ പേരിലാക്കി. ഇതിന്റെ അർത്ഥം പ്രൊഫഷണൽ T20 കളിക്കാൻ തുടങ്ങിയതു മുതൽ അവന്റെ ശരാശരി സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിലാണ് എന്നാണ്. ക്രിസ് ഗെയിൽ, AB ഡിവിലിയേഴ്സ്, സൂര്യകുമാർ യാദവ്, ആൻഡ്രെ റസൽ എന്നിവർക്ക് പോലും ഇത്രയും കുറഞ്ഞ പന്തുകളിൽ 1000 റൺസ് എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ കഴിഞ്ഞില്ല എന്നത് പന്ത് തടഞ്ഞിടുന്നതിലോ മെല്ലെ കളിക്കുന്നതിലോ വൈഭവിന് വിശ്വാസമില്ല എന്നും പന്ത് നേരെ ബൗണ്ടറിക്ക് പുറത്തുള്ള സ്റ്റേഡിയങ്ങളിലേക്ക് പറത്താൻ മാത്രമാണ് അവൻ മൈതാനത്തിറങ്ങുന്നതെന്നും തെളിയിക്കുന്നു. രണ്ടാമത്തെ റെക്കോർഡ് IPL ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലുള്ള 3ാമത്തെ സെഞ്ചുറിയാണ്. വെറും 36 പന്തിലാണ് വൈഭവ് തന്റെ സെഞ്ചുറി തികച്ചത്. ലോകോത്തര ബൌളർമാർ തീപ്പൊരി പാറുന്ന യോർക്കറുകളും ബൗൺസറുകളും എറിയുമ്പോൾ വെറും 36 പന്തിൽ 100 റൺസ് എന്ന മാന്ത്രിക സംഖ്യയിലെത്തുക എന്നത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അസാധാരണമായ കാര്യമാണ്. എതിർ ടീമിലെ ബൌളർമാർക്ക് ഒരു നിമിഷം പോലും ശ്വാസമെടുക്കാൻ അവൻ അവസരം നൽകിയില്ല. സാക്കിബ് ഹുസൈൻ ആവട്ടെ, പ്രഫുൽ ഹിംഗെ ആവട്ടെ, വൈഭവ് ആരോടും ഒരു ദയയും കാണിച്ചില്ല. സാക്കിബ് ഹുസൈൻ തന്റെ 4 ഓവറിൽ 62 റൺസ് വഴങ്ങിയപ്പോൾ പ്രഫുൽ ഹിംഗെ 49 റൺസാണ് വിട്ടുകൊടുത്തത്. ഇതെല്ലാം ആ 36 പന്ത് കൊടുങ്കാറ്റിന്റെ ഭയാനകമായ ഫലമായിരുന്നു. മൂന്നാമതായി കേട്ടാൽ നിങ്ങളുടെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഭയാനകമായ റെക്കോർഡ് എന്തെന്നാൽ ഏതെങ്കിലും ഒരു ഇന്നിംഗ്സിന്റെ ആദ്യം ഓവറിൽ തന്നെ തുടർച്ചയായ 4 കൂറ്റൻ സിക്സറുകൾ പറത്തുന്ന IPL ചരിത്രത്തിലെ ആദ്യത്തെയും ഏക ബാറ്റ്സ്മാനായി വൈഭവ് മാറി എന്നതാണ്.
അതെ, ബൌളർമാർ പുതിയ പന്ത് സ്വിംഗ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന, ബാറ്റ്സ്മാൻമാർ പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സമയമെടുക്കുന്ന ആ ആദ്യ ഓവറിൽ തന്നെ വന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പന്തുകൾ അവൻ അതിർത്തി കടത്തി. നാലാമത്തെ റെക്കോർഡ് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ തകർന്നത് IPL ഇന്നിംഗ്സിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും കൂടുതൽ സിക്സറുകളുടെ എണ്ണമാണ്. ഈ ചരിത്രപരമായ 103 റൺസ് ഇന്നിംഗ്സിൽ 5 കിടിലൻ ഫോറുകളും ഒപ്പം 12 കൂറ്റൻ സിക്സറുകളുമാണ് അവൻ പറത്തിയത്. വെറും 37 പന്തിൽ 12 സിക്സറുകൾ എന്നതിന്റെ അർത്ഥം നേരിട്ട ഓരോ മൂന്നാമത്തെ പന്തും അവൻ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലെത്തിച്ചു എന്നാണ്. അഞ്ചാമതായി IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 50 സിക്സറുകൾ പൂർത്തിയാക്കുന്ന താരമെന്ന റെക്കോർഡും ഈ യുവതാരം സ്വന്തമാക്കി. തന്റെ ചെറിയ IPL കരിയറിന്റെ 15ാമത്തെ ഇന്നിംഗ്സിലാണ് അവൻ ഈ നേട്ടം കൈവരിച്ചത്. തണുത്ത മനസ്സോടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറും 15 ഇന്നിംഗ്സുകൾക്കുള്ളിൽ 50 സിക്സറുകൾ എന്നത് ഒരു ഭ്രാന്തവും ഭയപ്പെടുത്തുന്നതുമായ കണക്കാണ്. ആറാമതായി ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ട ഏറ്റവും വലിയ കണക്ക് നിലവിലെ 226 IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നതിനൊപ്പം ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിക്കുന്ന താരമായും വൈഭവ് മാറി എന്നതാണ്. ഈ സീസണിൽ ഇതുവരെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്ക് റേറ്റോടെ അവൻ 357 റൺസും 32 സിക്സറുകളും നേടിക്കഴിഞ്ഞു. ഓറഞ്ച് ക്യാപ്പിനായുള്ള ഈ വലിയ ഓട്ടത്തിൽ ഒരു 15 വയസ്സുകാരൻ ലോകത്തിലെ എല്ലാ അനുഭവസമ്പന്നരായ വിദേശ അന്താരാഷ്ട്ര താരങ്ങളെയും വളരെ ദയനീയമായി പിന്നിലാക്കിയിരിക്കുന്നു. ഈ IPL സീസൺ പൂർണ്ണമായും ഈ യുവസിംഹത്തിന്റേതായിരിക്കുമെന്നും ഇനി ഏത് ബൌളറും ഇവന്റെ മുൻപിൽ വരുന്നതിനു മുൻപ് 100 വട്ടം ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്യുമെന്നും ഈ കണക്കുകൾ ഉറക്കെ വിളിച്ചു പറയുന്നു. ഒരു 15 വയസ്സുകാരൻ ഇത്രയും വലിയ റെക്കോർഡുകൾ ഒറ്റ ദിവസം കൊണ്ട് തകർത്തപ്പോൾ ക്രിക്കറ്റ് ലോകത്തിലെ ഏറ്റവും മഹാരഥന്മാരായ കളിക്കാർ പോലും കസേരയിൽ നിന്ന് ചാലി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യാൻ നിർബന്ധിതരായി എന്നതാണ് മുഴുവൻ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും വലിയ ഒരു തീ പടർത്തിയ ആ വൈകാരിക ക്ലൈമാക്സ്. കാരണം വൈഭവിന്റെ ഈ ഭയാനകമായ ഇന്നിംഗ്സും തകർന്ന ചരിത്ര റെക്കോർഡുകളും കണ്ടതിനു ശേഷം T20 ക്രിക്കറ്റിലെ സാക്ഷാൽ യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ മാച്ച് വിന്നറായ സിക്സർ കിങ് യുവരാജ് സിംഗും പോലും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി പോവുകയും ഈ ഇതിഹാസങ്ങൾ വൈഭവിനെക്കുറിച്ച് ഹൃദയസ്പർശിയായ വാക്കുകൾ പറയുകയും ചെയ്തു. ആക്രമണോത്സുകമായ ബാറ്റിംഗിലൂടെ ബൌളർമാരുടെ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നതിലൂടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ക്രിസ് ഗെയിൽ ഈ റെക്കോർഡുകളെക്കുറിച്ച് കേൾക്കുകയും ബാറ്റിംഗ് വീഡിയോ കാണുകയും ചെയ്തപ്പോൾ പൂർണ്ണമായും ഞെട്ടിത്തെറിച്ചു പോകുകയും ഒരു ലൈവ് സ്പോർട്സ് ഷോയ്ക്കിടെയെ വളരെ വികാരാധീതനായി ഇങ്ങനെ പറയുകയും ചെയ്തു: "ഓ മൈ ഗോഡ്, ഇന്ത്യയിൽ ഈ കുട്ടി എന്താണ് കഴിക്കുന്നത്? എന്റെ മുഴുവൻ ക്രിക്കറ്റ് കരിയറിലും ഇത്രയും ഭാന്താന്തവും മൃഗീയമായ കരുത്തും ഭയമില്ലാത്ത മനോഭാവവും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. വെറും 473 പന്തിൽ 1000 T20 റൺസ് എന്ന ഈ റെക്കോർഡ് എന്നെപ്പോലും ഉള്ളിൽ ഭയപ്പെടുത്തുന്നു. ഞാൻ 15 വയസ്സുള്ളപ്പോൾ എന്റെ ബാറ്റിന്റെ ശരിയായ ഭാരം താങ്ങാൻ പാടുപെടുകയായിരുന്നു. ഈ കുട്ടിയാകട്ടെ ലോകത്തെ മികച്ച ബൌളർമാരെ കളിപ്പാട്ടം പോലെ അടിച്ച് സ്റ്റേഡിയത്തിന് പുറത്തേക്കെറിയുന്നു." ക്രിസ് ഗെയിലിന്റെ ഈ അമ്പരപ്പിക്കുന്ന പ്രതികരണത്തിന് ശേഷം 2007 T20 ലോകകപ്പിൽ 6 പന്തിൽ 6 സിക്സറുകൾ പറത്തിയ ആ ചരിത്ര നേട്ടത്തിനുടമയായ യുവി ഇന്ത്യയിൽ ഏത് ആക്രമണോത്സുക ബാറ്ററുടെ കാര്യം വരുമ്പോഴും ആദരവോടെ പരാമർശിക്കപ്പെടുന്ന പേരായ യുവരാജ് സിംഗിന്റെ ഊരമായിരുന്നു. വൈഭവിന്റെ ആ 12 ഗഗനചുംബിയായ സിക്സറുകൾ കണ്ട് യുവരാജ് സിംഗും വളരെ വികാരാധീതനാവുകയും എപ്പോഴും യുവതാരങ്ങളെ പിന്തുണയ്ക്കുന്ന യുവിയുടെ ഹൃദയം ഈ ഇന്നിംഗ്സ് പൂർണ്ണമായും കീഴടക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, തകർക്കപ്പെട്ട ഈ റെക്കോർഡുകളും ഇതിഹാസങ്ങളുടെ ഈ വൈകാലികമായ പ്രതികരണങ്ങളും ഇന്ന് ഇന്ത്യയുടെ മുഴുവൻ നെഞ്ച് അഭിമാനം കൊണ്ട് വികസിപ്പിച്ചിരിക്കുകയാണ്. ഈ യുവപ്രതിഭയെ നാം വളരെ കരുതലോടെ കാത്തുസൂക്ഷിക്കണം. കാരണം വരും 15 വർഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പറത്തുന്നതും രാജ്യത്തിന് അഭിമാനമാകുന്നതും ഈ കുട്ടിയായിരിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.